കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ബിസിനസ് അക്കൗണ്ടിങ് ടേംസിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബിസിനസ് ബിസിനസ് എൻറ്റിറ്റി, അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റും ഡിസ്കൗണ്ടും ആണ്. ഈ 4 കാറ്റഗറിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. ഡിസ്കൗണ്ട് എന്ന് നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കടയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും സാധനം മേടിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം പറഞ്ഞാൽ മനസ്സിലാവും എന്തുവാണെന്ന്. സോ ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഡിസ്കൗണ്ട് എന്തുവാണെന്ന്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റിബേറ്റ് ഗിവൻ ബൈ ദി സെല്ലർ ടു ദ ബയ്യർ. അതായത് സെല്ലർ ബയ്യർക്ക് കൊടുക്കുന്ന ഒരു ഇതാണ്, റിബേറ്റാണ്. സെല്ലർ ബയ്യർക്ക് കൊടുക്കുന്നതാണ്. ഇറ്റ് ഈസ് ഓഫ് 2 ടൈപ്പ് ഓഫ് ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്, രണ്ടും ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾക്കൊരു കടയിൽ കയറുകയാണെങ്കിൽ നമ്മുടെ സാധനം നമ്മൾ വിറ്റ് പോകാനും ആ കസ്റ്റമർ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ കഴിവതും ഡിസ്കൗണ്ടൊക്കെ കൊടുത്ത് അവരെ നമ്മൾ ഇതാക്കി വെക്കുന്നത്. അതിനാണ് നമ്മൾ ഡിസ്കൗണ്ട് വെട്ടി കൊടുക്കുന്നത്. ഇനി അവർ ഈ കസ്റ്റമർ ഇനി ഇങ്ങോട്ട് തന്നെ വരണം എന്ന് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്യാഷ് ഡിസ്കൗണ്ട് നോക്കാം. When discount is allowed to customer for making prompt payment, it is always recorded in books of accounts. ഈ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവസാനമായിട്ട് നമ്മൾ ക്യാഷൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഡിസ്കൗണ്ടാണ്. നമുക്കിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഡിസ്കൗണ്ടാണ്. നമ്മൾ എന്തായാലും റെക്കോർഡ് ചെയ്യും. ഈ ഡിസ്കൗണ്ട് നമ്മൾ കാണിക്കും. ഇത്ര ഡിസ്കൗണ്ട് കിട്ടിയെന്ന് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കും. അവരുടെ അക്കൗണ്ടിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കും. അതാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. Trade discount. This is a type of discount allowed by the seller to the their customer. ഇത് വന്നിട്ട് സെല്ലർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ടാണ്, ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ടാണ്. ഓക്കെ, അറ്റ് എ ഫിക്സ്ഡ് പെർസെൻറ്റേജ്, ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും ഫിക്സ് ആയിട്ട്. അത് നോക്കിയിട്ടാണ് അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഓൺ ദി ലിസ്റ്റ് പ്രൈസ് ഓഫ് ഗൂഡ്സിൻ്റെ പ്രൈസൊക്കെ നോക്കി അതുപോലെയാണ് അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് നോട്ട് എൻറ്റേർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇത് വന്നിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കത്തില്ല. ഇത് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ടാക്സ് അതൊക്കെ മുന്നേ തന്നെ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മൾ ടി വിക്ക് ഒരു 10,000 ആണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 10,000 ആണെങ്കിൽ നമ്മളിപ്പോൾ ഓക്കെ ഇപ്പോൾ ഒരു 10,000 ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾ പറയുമ്പോൾ 12,000 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അവരോട്. 12,000 ആക്ച്വലി ഇതിൻ്റെ റേറ്റ് 10 ആണ്. നമ്മൾ ചുമ്മാ അവരോട് 12 എന്ന് പറയും. അപ്പോൾ അങ്ങനെ 12 എന്ന് പറയുമ്പോഴത്തേക്കും അവർ നമുക്ക് ഇങ്ങനെ ഡിസ്കൗണ്ട് തരും. കടയിലേക്ക് പോകണമെങ്കിൽ അവർ പറയും ഇത് 12,000, അപ്പോൾ നിങ്ങൾക്കായതുകൊണ്ട് ഞങ്ങൾ 10,000 തരാമെന്ന് പറയും. അപ്പോൾ ആ ഡിസ്കൗണ്ട് നമ്മൾ ഒരിക്കലും കോൺസ്റ്റന്റ് മെൻഷൻ ചെയ്യത്തില്ല, കാണിക്കത്തില്ല. നമ്മൾ 10 തൊട്ടുള്ള പ്രൈസിനാണ് നമ്മൾ GST എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് മുന്നേ നമ്മളത് 12,000 നമ്മൾ ഒരിക്കലും ചെയ്യത്തില്ല. സോ അത് അപ്പോൾ വരുന്ന കസ്റ്റമറിലേക്ക് പോകും നമുക്ക് ഇത്രയും ഡിസ്കൗണ്ട് ഓഫേഴ്സും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ടാണ് അവർ എടുത്തിട്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത്. ഇപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ ഇഷ്ടംപോലെ ഓഫേഴ്സ് വരുന്നുണ്ട്. അന്നേരം തന്നെ നമുക്ക് ഏതെങ്കിലും ലാപ്ടോപ്പ് മേടിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ 65,000 ആയിരിക്കും ലാപ്ടോപ്പ്. ഓക്കെ, 65,000 ആയിരിക്കും ലാപ്ടോപ്പ്. നമുക്ക് ഓഫർ എന്ന് പറഞ്ഞിട്ട് 45,000 തരുമല്ലോ ലാപ്ടോപ്പ്. അപ്പോൾ നമ്മളത് 65 എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിൽ കാണിക്കത്തില്ല, 45 ആണെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതത്രയും കൊടുത്തു ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കും. നമ്മൾ ബൾക്കായിട്ട് ലാപ്ടോപ്സ് എടുത്താലും നമുക്ക് അങ്ങനെ ആ റേറ്റിലാണ് നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ, നമ്മൾ അതേ കാണിക്കത്തുള്ളൂ. അതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. നമ്മൾ ഒരിക്കലും അക്കൗണ്ടിൽ ഇത് ചെയ്യത്തില്ല, എൻട്രി ചെയ്യത്തില്ല, കാണിക്കത്തില്ല. അതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ക്യാഷ് വന്നിട്ട് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് GST ഉൾപ്പെടെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിന് മുന്നേ GSTക്ക് മുന്നേ നമുക്ക് GSTക്ക് മുന്നേ വരുന്ന ഒരു എമൗണ്ട് ഉണ്ട്, അതിനാണ് നമ്മൾ ഡിസ്കൗണ്ട് തരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ GST വരെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസ്കൗണ്ട് മൈനസായി വരുന്ന എമൗണ്ടിനാണ് നമ്മൾ GST കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഡിസ്കൗണ്ട്. ഓക്കെ, ഇനി അടുത്തത് ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടമാണ്. നമുക്ക് ആ കട ഒരിക്കലും കിട്ടത്തില്ല തിരിച്ച്. അതിനെയാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇറ്റ് റെഫർ ടു ദി അമൗണ്ട്സ് ദാറ്റ് ഡെബിറ്റ്സ് ആസ് നോട്ട് പെയ്ഡ് ഈവൻ ആഫ്റ്റർ റിപ്പീറ്റിംഗ് റിമൈൻഡേഴ്സ് ആസ് നോ ഇൻറ്റൻഷൻ ഓഫ് പേയിങ് ഇൻ ദി ഫ്യൂച്ചർ. അതായത് ഇപ്പോൾ ഒരു നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിച്ച് പൈസ തരാനുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ കുറേ റിമൈൻഡേഴ്സും കാര്യങ്ങളും അത് ഓർമ്മപ്പെടുത്തുക, വിളിക്കുക, അങ്ങനെ കുറേ ഫോളോ അപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവർ തരുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവരുടെ കയ്യിൽ ഇനിയും കിട്ടാൻ പോകുന്നില്ല ഈ പൈസ. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ഇവരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടത്തില്ല.
അപ്പോൾ അതിനെയാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞ് കിട്ടാക്കാറ്. നമ്മൾ തന്നെ വിചാരിക്കും നമ്മൾ തള്ളിക്കളയാൻ വേണ്ടി വെച്ചാൽ നമ്മൾ കിട്ടത്തില്ല ഒരിക്കലും. പക്ഷെ നമ്മളത് അക്കൗണ്ട്സിൽ കാണിക്കും. ഇങ്ങനെ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കും. അപ്പോൾ അത് കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ നമ്മളത് ബാഡ് ഡെപ്റ്റ്സ് എത്രയാണോ എന്ന് വെച്ചാൽ നമ്മളത് കാണിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ബാഡ് ഡെപ്റ്റ്സ്. ഇനി എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി ദാറ്റ് ആസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഇത് വന്നിട്ട് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് റിയാലിറ്റിയിൽ വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ദാറ്റ് ആസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വൽ ഉണ്ട് ഓരോ എൻറ്റിറ്റിയിലും. എൻറ്റിറ്റി എന്ന് വെച്ചാൽ ഓരോ സ്ഥാപനമാണ്. ഓക്കെ, അത് നമ്മൾ റിയാലിറ്റിയിൽ വരുമ്പോഴത്തേക്കും നമുക്കത് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതാണ്, എക്സിസ്റ്റൻ്റ് ചെയ്യുന്നതാണ്. അത് അത്രയേ ഉള്ളൂ, എക്സിസ്റ്റൻ്റ് ചെയ്യുന്നതാണ് എൻറ്റിറ്റി. ഓക്കെ, അതിനകത്ത് വരുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി. ഓക്കെ, ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ് എൻറ്റിറ്റി മീൻസ് എ സ്പെഷ്യലി ഐഡൻറ്റിഫയബിൾ ബിസിനസ് എൻ്റർപ്രൈസസ്. ബിസിനസ് എൻറ്റിറ്റി ഈസ് ആൾസോ കോൾഡ് അക്കൗണ്ടിങ് എൻറ്റിറ്റി. എന്ന് വെച്ചാൽ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു സ്പെഷ്യലാണ്, അത് സ്പെഷ്യലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിന് വല്ല ഇതൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്പെഷ്യലി ഐഡൻറ്റിഫൈഡ് ബിസിനസ് എൻ്റർപ്രൈസസ് എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനാണ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ. അതിന് പറഞ്ഞാൽ അക്കൗണ്ടിങ് എൻറ്റിറ്റിയും കൂടി പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഫസ്റ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന ചാനൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ, മോട്ടിവേഷൻ്റെ ക്ലാസ്സുകളൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഫസ്റ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. സോ അല്ല ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വിളിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അപ്പോൾ പറയുന്നതായിരിക്കും. സോ നിങ്ങളെൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അവർക്ക് ഇത് യൂസ്ഫുൾ എന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എൻറ്റിറ്റിയുടെ ക്ലാസ്സാണ്, ബിസിനസ് അക്കൗണ്ടിങ് എൻറ്റിറ്റിയുടെ ക്ലാസ്സാണ്. ബിസിനസ് അക്കൗണ്ടിങ് ടേംസിൻ്റെ ക്ലാസ്സാണ്. സോ അതിന് പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ മുന്നത്തെ ഞാൻ 6 ക്ലാസ്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളിത് കാണുന്നതായിരിക്കും നല്ലത്. എന്നാൽ നിങ്ങൾക്ക് ആദ്യം തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.